തെന്മല ഉറുകുന്ന് പാണ്ഡവൻപാറ ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ സമൂഹ പൊങ്കാല സമർപ്പണവും ശിവരാത്രി മഹോത്സവവും നടത്തി. ക്ഷേത്രം തന്ത്രി വെളിനല്ലൂർ ഇടമന കിഴക്കേമഠം ഗണപതി പോറ്റിയുടെയും ക്ഷേത്രം മേൽശാന്തി നാഗരുമഠത്തിൽ ഉമേഷ് പോറ്റിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. പുനലൂരിന്റെ പൊൻതിളക്കം അൽ-നബീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. എൻ്റെ പേര് എസ് ഗണപതി പോറ്റി. ഞാൻ മുൻ ശബരിമല കീഴ്ശാന്തിയും പമ്പ മേൽശാന്തി, കൊട്ടാരക്കര ക്ഷേത്രത്തിലെ മേൽശാന്തിയൊക്കെ ആയിരുന്ന ആളാണ്. ഈ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുൻപ് ആദ്യമായിട്ട് നാട്ടുകാർ വന്ന് ക്ഷേത്രം പണിയുടെ ആലോചിക്കുകയും അതിനുശേഷം ക്ഷേത്രം പണിയുകയും ക്ഷേത്രം പണിഞ്ഞ് അവിടുത്തെ പ്രതിഷ്ഠാകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. എല്ലാ വർഷവും ഇത്രയും കയറ്റമൊക്കെ കയറി വരണം എന്ന് ബുദ്ധിമുട്ട് തോന്നിക്കും. പക്ഷേ സമയമാകുമ്പോൾ ഏതോ ഒരു പുതിയ എനർജി വന്ന് നമ്മളെ അതിശക്തമായിട്ട് നേരെ കൊണ്ടുവരാനുള്ള പ്രോത്സാഹനം നമുക്ക് കൂടുതലും ഉണ്ടാവുകയാണ്. ഏറ്റവും നല്ല ശക്തിയും ഐശ്വര്യവുമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. ഉറുകുന്ന് പാണ്ഡവൻപാറ ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ഓം സമർപ്പിച്ചിരിക്കുകയാണ്. ഓം സമർപ്പിച്ചത് ശ്രീ ഗണേശൻ ഗണേശ് മഠം രമേശ് കുമാറിൻ്റെ ഭാവന സ്മരണയ്ക്ക് നമ്മുടെ ഗണേശ് കുമാർ കുടുംബാംഗങ്ങൾ സമർപ്പിച്ചതാണ് ഈ ഓം. ഇതൊരു വലിയൊരു വികസനത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന്. ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ ശിവരാത്രി പൂജ, വിവിധ പൂജാകർമ്മങ്ങൾ, ഭാഗവത പാരായണം, അന്നദാനം, കൈകൊട്ടിക്കളി, നാടൻപാട്ട്, കലാരൂപങ്ങൾ, കാവിലെ വലിയ ഗുരുതി പൂജ, മലയൂട്ടും നടത്തി. ക്ഷേത്രത്തിൽ നടന്ന സമൂഹ പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ വ്രതം അനുഷ്ഠിച്ച് പൊങ്കാല സമർപ്പണം നടത്തി. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആ മഹാപൊങ്കാലയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നൂറുകണക്കിന് വരുന്ന ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ നാടിൻ്റെ മാത്രമല്ല, ഈ നാടിന് ചുറ്റുവട്ടമുള്ള മുഴുവൻ നാടുകളിൽ നിന്ന് ഇവിടേക്ക് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ, ജാതിമത ഭേദമന്യേ എല്ലാ സമസ്ത ജനങ്ങളും ഒരുപോലെ ആരാധിക്കുകയും പൂജിക്കുകയും ഭക്തിപൂർവ്വം കാണുകയും ചെയ്യുന്ന മഹാദേവനാണ് ഇവിടെ ഈ നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. അപ്പോൾ പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള എല്ലാവിധമായ മോശചിന്തകളെയും ഒക്കെ ആവിയായി നമ്മൾ പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ പൊങ്കാലയെ കാണുന്നത്. ഇവിടെ ആകാശവും ഭൂമിയും വായുവും ജലവും അഗ്നിയും എല്ലാം സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനുഷ്യ മനസ്സുകളിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവതലമുറയിലുമൊക്കെയുള്ള അഹന്തയും അതുപോലെ തന്നെ വിശ്വാസക്കുറവും എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് വിശ്വാസത്തിലൂടെ ഭക്തിയിൽ അധിഷ്ഠിതമായി ജനങ്ങൾ മുന്നോട്ട് പോകണം. ഈ ചിന്തയാണ് മഹാദേവനും അതുപോലെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള പൊങ്കാലയിൽ ഒരു ഉത്തമ വിശ്വാസമായിട്ട് നമ്മൾ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ ആചരിച്ചു പോരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്ന ഈ മഹാപൊങ്കാലയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചതിന് ഏറെ സന്തോഷമുണ്ട്. ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം പേര് ഇവിടേക്ക് ആ ഒരു ഭക്തിയുടെ വിശ്വാസത്തിൽ കടന്നു വന്നിട്ടുണ്ട്. വേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇവിടെ ഇതിൻ്റെയോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടക്കുകയാണ്. ക്ഷേത്ര ഭാരവാഹികൾ തന്നെ എല്ലാ വിധത്തിലുള്ള മതവിശ്വാസികളായിട്ടുള്ള ആളുകളും ഇതിൻ്റെ ആചാര്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഈ നാടിൻ്റെ ഒരു മഹോത്സവമായിട്ട് ഈ പൊങ്കാലയെ, ഈ മഹാശിവരാത്രി മഹോത്സവത്തെ കാണുന്നു. അതിലേറെ സന്തോഷമുണ്ട്. ക്ഷേത്രം ഭരണസമിതി രക്ഷാധികാരി ആർ സാബു അമൃത, പ്രസിഡന്റ് പ്രസന്നൻ എസ്, സെക്രട്ടറി സജിത, ട്രഷറർ ശ്യാമള ആർ കെ പിള്ള, വൈസ് പ്രസിഡന്റ് ഗോപിദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ രാജ്മോഹൻ, ഉദയൻ, കോർഡിനേറ്റർ അജിത് അർജുൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എല്ലാ ഭക്തജനങ്ങൾക്കും ഉറുകുന്ന പാണ്ഡവൻപാറ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ പാണ്ഡവൻപാറ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവർ ആരുമില്ല. ഇപ്പോൾ ലോകത്തെമ്പാടും നമ്മുടെ വെബ്സൈറ്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിലറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 36 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പാണ്ഡവൻപാറ ക്ഷേത്രം വിദേശികളായാലും സ്വദേശികളായാലും എല്ലാവർക്കും അതിശയം ഉളവാക്കുന്ന ഒരു പ്രദേശമാണ് പാണ്ഡവൻപാറ ക്ഷേത്രം. പാണ്ഡവൻപാറ ക്ഷേത്രത്തിലെ വറ്റാത്ത കുളവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൽമരവും ഈ പാറയുടെ മുകളിൽ എല്ലാവർക്കും അതിശയോക്തി കാണിക്കുന്ന ഒരു രീതിയാണ്. ഭക്തജനങ്ങളുടെ സഹായത്താൽ എല്ലാ ദിവസവും പൂജാ കാര്യങ്ങൾ നടന്നു വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഞായറാഴ്ച ദിവസങ്ങളിൽ അന്നദാനം ക്ഷേത്രത്തിലുണ്ടാകുന്നു. നമ്മുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും സന്തോഷവുമാണ് ക്ഷേത്രത്തിൻ്റെ വളർച്ചയും
അതുപോലെ എല്ലാ നാനാജാതി ആൾക്കാരും ഇവിടെ എത്തിച്ചേരുന്നതാണ്. എല്ലാവർക്കും പാണ്ടാൻപാറയെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ കൂടുതൽ സംസാരിക്കാനുണ്ട്. എൻ്റെ പേര് അജിത് അർജുനൻ. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ കോർഡിനേറ്ററാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി സന്തോഷമായിട്ട് ഉള്ള രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. വളരെ നാളുകൾക്ക് ശേഷം ഒരു ഭരണസമിതി ഇപ്പോൾ പുതിയത് ആവുകയും ആ ഉത്സവ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ഒരു പുതിയ ഭരണസമിതിയുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. പുനലൂരിന്റെ പൊൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 0475 291 2916 8129 69916.